പേളിമാണി പേളിമാണി ശ്രീകൃഷ്ണനെ പോയി ആ വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്ക്. എവിടെയുണ്ട് ഈ കടിച്ചു കളി, എവിടെ പിടിച്ചു കളിയും സാധനങ്ങളും ഒക്കെ എവിടെയാണെന്ന് പോയി അന്വേഷിച്ച് നോക്ക്. തൊട്ട് കൈ പിടിച്ച് കിടക്കുന്നതും പ്രണയത്തിന്റെ തുടക്കം രണ്ടല്ലേ. നീ ഏത് കാലത്തിലെ ജീവിക്കുന്നത്? ഗബ്രി ജാസ്മിൻ കോംബോ എന്ന് പറയുന്നതാണ് ക്രൂക്കഡ് അല്ലെങ്കിൽ വക്രബുദ്ധിയുടെയും തരികിടയുടെയും സൂത്രത്തിരത്തിന്റെയും ജനങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് കളിക്കുന്ന ഒരു കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദിൽഷ കയറി എവിടെയെങ്കിലും കടിച്ചാ ഉമ്മ വെച്ച് നിരത്തിയ ഇനി കയറി മേയാമേലോടെ ഉണ്ടാ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയട്ടെ. നോറ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ജിൻഡോയെ തേച്ച് വിളിച്ച് ആക്രമിച്ച് ഒരുതരം ചൊറിയാമ്പുഴി, ഒരു ചൊറിയാമ്പുഴിയല്ല, ഒരു ഡസൻ ചൊറിയാമ്പുഴി ചേർത്ത് കഴിച്ച് കെട്ടിയാണ് പുള്ളിക്കാരത്തിലെ കയ്യിരിക്കുന്നത്. അങ്ങനെ വായി തോന്നിയതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഒരു ഗ്യാസ് വിട്ടിട്ട് പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ പറഞ്ഞതിന് ഈ വിലയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. മറ്റെല്ലാ ലാംഗ്വേജിലും കുറേയേറെ റിസ്കി ഫാക്ടറികളിൽ കളിച്ചാലും അതിനൊക്കെ ഒരു പെർമിഷൻ ഉണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പം ഈ കാർഡുകൾ എടുക്കും, വിമൻ കാർഡ്, ട്രാൻസ് കാർഡ്, ഇങ്ങനെ കാർഡ് എടുക്കുമ്പം വാ തുറക്കാനും ഒന്നും പറ്റത്തില്ല. വെറുതെ ഇരുന്ന് കളിക്കാൻ പറ്റിയ ചീപ്പായി പോകും. ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ സീസൺ എടുക്കും, മിക്കവരും എന്നെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ആ സീസണിൽ തന്നെയാണ് സഹ മത്സരാർത്ഥിയുടെ കണ്ണില് ഇതുപോലെ മുളക് തേച്ച് വിവാദം. നീ കണ്ടോ ഞാൻ മുളക് തേച്ചത്? നീ കണ്ടോ മുളക് തേച്ചത്? നീ കണ്ടോ മുളക് തേച്ചത്? നീ എവിടെ കണ്ട ഞാൻ മുളക് തേച്ചത്? നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ മുളക് തേച്ചത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ കണ്ടോ മുളക് തേച്ചത്? കണ്ടോ? നീ മുളക് കണ്ടോ? നീ മുളക് കണ്ടോ? ഞാൻ മുളക് അരയ്ക്കുന്ന കണ്ടോ? മുളക് കലക്കുന്ന കണ്ടോ? ഏഷ്യാനെറ്റിനും അറിയാം, ബിഗ് ബോസ് ടീമിനും അറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് പച്ചമുളക് എടുത്ത് വെച്ച് അരച്ച് നീ ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് വരണ്ട. ഞാൻ സിജോയുടെ സൈഡിലാണ്. കാരണം ഈ ഷോയ്ക്ക് വേണ്ടി വന്ന് കളിച്ച് ഗംഭീരമായ കളി വാങ്ങിച്ച് അസ്ഥാനത്ത് ഇടിയും വാങ്ങിച്ച് പല്ലും പോയി, എല്ലും ഒടിഞ്ഞ്, താടി ഒടിഞ്ഞ് പുള്ളി പുറത്തേക്ക് പോയി. ബിഗ് ബോസിനെ കുറിച്ച് മലയാളികൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷത്തിലേറെയായിരിക്കണം. സീസൺ 6 എത്തിയിട്ടും ഇപ്പോഴും ബിഗ് ബോസിൽ കണ്ട ചില മുഖങ്ങൾ പ്രിയപ്പെട്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊരാളാണ് ഹർവിയോറ പ്രസൻസ് അങ്ങനെ പറയിൽ ഹോട്ട് സീറ്റിലുള്ളത്. മറ്റാരുമല്ല, വൺ ആൻഡ് ഓൺലി ലെജൻഡ് രജികുമാർ സാർ. നമസ്കാരം. നമസ്കാരം. സാറിന് കുറച്ച് നാൾ കഴിഞ്ഞ് കാണുമ്പോൾ സാറിന് ആദ്യം മലയാളികൾ കണ്ടു തുടങ്ങിയൊരു സമയമുണ്ട്. TV ചാനലുകളുടെ സംവാദത്തിലും അല്ലെ ഡിബേറ്റ് വേദികളുടെ സജീവ സാന്നിധ്യമായിട്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ പോക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. താടിയൊക്കെ അല്ലേ, കുറച്ച് നാൾ ഈ താടി ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ താടി ബോധമാണെന്ന് പറയും. സാറിനോട് ഈ ഒരു തിരിച്ചുപോക്ക് ലുക്ക് എന്താണ്? എന്തെങ്കിലും പ്ലാൻ പ്രൊജക്ടിന്റെ ഭാഗമൊക്കെ ആയിട്ടാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് തലമുടിയും ഒക്കെ നരച്ചിരുന്നു. കാരണം ഒരു ബയോളജി ജെനറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപനം എന്നുള്ള നിലയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പാരമ്പര്യം, ഹെറിഡിറ്റി. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ നേരത്തെ നരച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് ചെറുതിലേ തന്നെ ഗ്രേ ഹെയർസ് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഈ മലയാളികളിൽ കുറച്ച് പേരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തലമുടി നരച്ചു പോയാൽ പിന്നെ വയസ്സായി അല്ലെങ്കിൽ പ്രായമായി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ അജിത്ത്, സിനിമ നടന്ന അജിത്ത് വെളുത്ത തലമുടി ആണ് അദ്ദേഹത്തിനുള്ളത്. then ഇംഗ്ലീഷിലേക്ക് പോയി കഴിഞ്ഞാൽ മിക്കവരും വെളുത്ത തലമുടിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അല്പം തലമുടിയോ മീശയോ താടിയോ എന്തെങ്കിലും നരച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കിളവനായി, അല്ലെങ്കിൽ അവൻ വാർദ്ധക്യമായി, അല്ലെങ്കിൽ അവന് കഴിവില്ല. അവൻ്റെ മസിൽസ് എന്താണെന്നോ അവൻ്റെ കഴിവ് എന്താണെന്നോ നോക്കുന്നില്ല, രോമം വെളുത്തു പോയി എന്നുള്ള അതെ ടാലന്റിലല്ല. അങ്ങനെ പിന്നെ ഈ വെളുത്ത നരകളെ കറുപ്പിക്കാൻ വേണ്ടി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചില സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പം ഒരു ചെറിയ കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഈ പറയുന്ന കണക്ക് ചില കെമിക്കലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആദ്യം വെളുത്ത മുടികളെ കറുപ്പിച്ചു. ഈ കറുത്ത അല്ലെങ്കിൽ കറുപ്പിക്കുന്ന കെമിക്കലായ ബ്യൂട്ടി മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക് മെറ്റീരിയൽസിൽ ചിലത് പണി തരുന്നതാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ കറുത്ത തലമുടി നോർമലി ഉള്ള കറുത്ത തലമുടിയും കൂടെ ഇവൻ എന്ത് ചെയ്തു, ഈ കെമിക്കല് വെളുപ്പിച്ചു. ഇത് മാർക്കറ്റിംഗ് ആയി. അപ്പോൾ മൊത്തം ആകെ 100 വെളുത്തുണ്ടായിരുന്നുള്ളൂ. അത് ഫ്രണ്ടിലായതുകൊണ്ട് കറുപ്പിക്കാൻ വേണ്ടി കറുപ്പടിച്ചതാ. ആ 100 1000 പിന്നെ 1000 10,000 ആയിട്ടും വെളുക്കാൻ തുടങ്ങി. പിന്നെ കറുപ്പിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയി. കോളേജ് ജോലിയായി, കല്യാണം കഴിഞ്ഞു. ആ കല്യാണത്തിൽ എൻ്റെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഫെയില്യൂറായി. ആ സമയത്ത് പിന്നെ ഞാൻ ആധ്യാത്മികത പഠിക്കാനായിട്ട് പോയി, സ്പിരിച്വാലിറ്റി. അപ്പോൾ ബയോളജി മൈക്രോബയോളജിയിൽ നിന്നുകൊണ്ട് സ്പിരിച്വാലിറ്റി പഠിക്കാനുള്ള ഒരു നിയോഗം വന്നപ്പോഴത്തേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി. സ്പിരിച്വാലിറ്റിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ്
ഈ കറുപ്പിലും വെളുപ്പിലും ഒന്നും വലിയ കാര്യമില്ല, പുറമോടിയിലൊന്നും വലിയ കാര്യമില്ല, ഏറ്റവും അകമാണ് ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ പിന്നെ ഞാൻ കളർ അടിക്കാതായി. അങ്ങനെ ഏകദേശം ഒരു 10-15 വർഷം കളർ അടിക്കാതെ ഈ സാധനം കയറി വന്നപ്പോഴാണ് അതെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഗ്രേസ് ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ധാരാളം പേര് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതി. അപ്പോഴാണ് അവർ വിചാരിച്ചു 75, 80, 90 വയസ്സുള്ള ഏതോ ഒരു പാവം ഒരു വയസ്സിന്. അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിൽ നമ്മൾ ബയോളജിക്കലി പലതും പറഞ്ഞാൽ പലർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മ 2019 മെയ് 23 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് പോകാൻ നേരത്താണ് അമ്മയുടെ ആഗ്രഹമായിരുന്നു ഈ താടിയൊക്കെ എടുക്കണം, ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ശരി, അമ്മയുടെ ആഗ്രഹം കൊണ്ട് 2019 ജൂൺ ജൂലൈ സമയത്ത് ഈ താടിയും കാര്യങ്ങളും എല്ലാം എടുത്തു, പിന്നെ കളറടിച്ചു. അങ്ങനെ നമ്മുടെ ഒറിജിനൽ പ്രായത്തിന്റെ സാധനത്തിലേക്ക് എത്തിച്ചേർന്നു. ആ ട്രാക്കിലേക്കായി. മറ്റത് നമ്മൾ മുൻകൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും ഈ സീറ്റ് അങ്ങനെ പറയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഈ അങ്ങനെ പറയുന്നതിൽ ഇരിക്കുന്ന ഹോട്ട് സീറ്റിലാണ് സ്വാഭാവികമായിട്ട് രജിത് സാർ ഇരിക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് ചൂടുള്ള കുറേ വിശേഷങ്ങൾ വരുന്നുള്ളത്. അപ്പോൾ ഹോട്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ ചൂടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ വരികയാണ്. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന, മുഖം നോക്കാതെ സംസാരിക്കുന്നതിലും വളരെ സന്തോഷമുള്ള വ്യക്തിയാണ്. തീർച്ചയായും ഞാൻ ഒരുപാട് ഹോട്ട് സീറ്റിൽ ഇരുന്ന് ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ ഒരു ഹോട്ട് അടിച്ച് ഒരു ഫ്രൈ ആയിരിക്കുന്ന അവസ്ഥയാണ്. കുറച്ച് വലിയ ഹോട്ടുകൾ വന്നാലും വളരെ സന്തോഷമുള്ള കാര്യമുള്ളതാണ്. തീർച്ചയായിട്ടും സീസൺ 6 ആണ് ഇപ്പൊ സംസാര വിഷയം, ബിഗ് ബോസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രജിത് കുമാർ എന്ന വ്യക്തിക്കും മുൻ മത്സരാർത്ഥി നിലയിലും സീസൺ 6 എന്താണ്? സീസൺ 6 ഇപ്പം റേറ്റിംഗ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു കളക്ഷൻ, ബിസിനസ് ആണല്ലോ ആക്ച്വലി. ഇപ്പം നിങ്ങൾ ചെയ്യുന്നതാണെങ്കിലും അവർ ചെയ്യുന്നതാണെങ്കിലും ആര് ചെയ്യുന്നതാണെങ്കിലും മാർക്കറ്റിങ്ങും ബിസിനസ്സുമാണ്. ബിസിനസ് വെച്ച് നോക്കുമ്പോൾ ഈ നെഗറ്റീവ് കാണാനും കുറേ ആൾക്കാരുണ്ടാകും. നമ്മളിപ്പോൾ ബ്ലൂ ഫിലിം പോലെയുള്ള അശ്ലീല വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം 15 ലക്ഷം മില്യൺസ് കാണും. പക്ഷെ നമ്മൾ നല്ല വാല്യൂ ഉള്ളൊരു സാധനമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു മാസം കൊണ്ട് അത് 1000 പേര് പോലും കാണത്തില്ല. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ പ്രേക്ഷകർ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവിലേക്കുള്ള ഒരു ആകർഷണതയുണ്ട്. അതുകൊണ്ട് റേറ്റിംഗ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, വ്യൂസ് കാഴ്ച കാണാൻ വേണ്ടി ഉണ്ടാവും. ഈ കാഴ്ച കാണാൻ വരുന്നതിലെ 90% പേരും മനസ്സിൽ തെറി വിളിക്കാനും അല്ലെങ്കിൽ കുറ്റം പറയാനും വേണ്ടി തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സീസൺ 6 ഒരു കഴിഞ്ഞ സീസണുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഫെയില്യൂറാണ് എന്നാണ് എനിക്ക്. കാരണം കഴിഞ്ഞ 5 സീസണുകളിലും വണ്ടി ഓടി ഒരു 30 ദിവസം, ഒരു മാസമോ കഴിയുന്നതിന് മുമ്പേ ഓടുന്ന ആൾ ആരാണ്, രണ്ടാമത് ഓടുന്ന ആളാരാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഏകദേശം ഒരു ധാരണ, അതെ കറക്റ്റ് ആയിട്ടൊരു പിക്ചർ കിട്ടുമായിരുന്നു. ഇതിപ്പം 50 ദിവസം പകുതി നേരെ കൃത്യമായി പറഞ്ഞാൽ 7ാമത്തെ ആഴ്ച 50ാമത്തെ ദിവസത്തേക്ക് പോകുന്നു. ലാസ്റ്റ് വൈൽഡ് കാർഡ് വരുന്നത് ഈ വരാൻ പോകുന്ന ആഴ്ചയിലാണ്. സീസൺ 6 ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ഒപ്പം തന്നെ അത്യാവശ്യം ക്രൂക്ക്ഡ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ചോദിച്ചായിരിക്കും? ക്രൂക്കഡ് ആയിട്ട് കളിക്കുന്ന പ്ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റും, ഗബ്രിയാണ് ക്രൂക്കഡ് ആയിട്ട് കളിക്കുന്നത്. ഫുൾ ക്രൂക്കഡ. ആ ക്രൂക്കഡ് ഇപ്പം ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന് നമ്മൾ ആണ് പറയുന്ന കണക്ക് ഗബ്രി ജാസ്മിൻ കോംബോ എന്ന് പറയുന്നതാണ് ക്രൂക്കഡ്, അല്ലെങ്കിൽ വക്രബുദ്ധിയുടെയും തരികിടയുടെയും സൂത്രത്തിരത്തിൻ്റെയും ജനങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് കളിക്കുന്ന ഒരു കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലരുടെയും നെഞ്ചി ചവിട്ടും, ഈ ഷോയ്ക്കകത്ത് നമ്മൾ ചിലരുടെ നെഞ്ചി കയറി ചവിട്ടും, അത് മത്സരത്തിന്റെ ഭാഗമായിട്ട് വരും. അത് കൈവിട്ടു പോകുന്ന ചവിട്ടിലാണ് നമ്മളെ റോക്കി ബായി പുറത്തോട്ട് പോയത്, കയ്യിൽ നിന്ന് പോയി. അതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു പ്ലെയർ ആയിരുന്നു രതീഷ് എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നുള്ളത്. അവിടെ കാരണം ജെനുവിനാണ്, പുള്ളി ഒറ്റയ്ക്കാണ് കളിച്ചത്, പുള്ളി എല്ലാ കാര്യം അവിടെയും ചവിട്ടൊരല്പം മോളിൽ കയറി സുരേഷ് ചേട്ടൻ്റെ പുറത്തോട്ടൊരു ചവിട്ട് വെർബൽ ചവിട്ടിൽ ആക്കി. പക്ഷെ അതൊരു ഇഷ്യൂ ആക്കി എടുക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം സുരേഷ് ചേട്ടൻ ക്ഷമിക്കാം എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഈ എല്ലാത്തിനും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂള് കൊണ്ടുവരുന്നത് ഈ മലയാളം ബിഗ് ബോസിനകത്ത് മാത്രമാണ്. നമ്മൾ ഹിന്ദി ബിഗ് ബോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ബോളിവുഡിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അടിയും തല്ലും, 2 പെണ്ണുങ്ങൾക്ക് തമ്മിൽ തന്നെ മറ്റു ചില ലാംഗ്വേജിൽ മുടി വലിച്ചു പിടിച്ചു അങ്ങോട്ടും ഉരുണ്ടും കണ്ടിട്ടുണ്ടാവും. ചില തറയെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക. എന്നാലും അവർ നഖം കൊണ്ട് മുഖമൊന്നും വലിച്ചു കീറുന്നില്ല, മുടി ഇങ്ങനെ പിടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിക്കണം പിന്നെ അതുപോലെ തന്നെ ആണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും, ഇടയ്ക്ക് അയാളുടെ കൈയും കണ്ട് ഒടിയുകയും ചെയ്തു. പക്ഷെ അവിടെയൊന്നും സൽമാൻ ഖാൻ പുറത്താക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ മെൻ്റലി ഡൗൺ ആക്കി കളയുന്ന ഒരു പരിപാടിയോ ചെയ്തില്ല. അതുകൊണ്ടാണ് സീസൺ ഇപ്പോഴും 15ഓ 16ഓ എങ്ങാണ്ടായി സൽമാൻ ഖാൻ്റെതും. അത് കോടിക്കണക്കിന് വിജയിച്ചു പോകുന്നതിന് കാരണം. പക്ഷേ മറ്റെല്ലാ ലാംഗ്വേജിലും കുറേയേറെ റിസ്കി ഫാക്ടറുകളിൽ കളിച്ചാലും അതിനൊക്കെ ഒരു പെർമിഷനുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പം ഈ കാർഡുകൾ എടുക്കും, വിമൻ കാർഡ്, ട്രാൻസ് കാർഡ്, മെയിൽ കാർഡ്, വെർബൽ കാർഡ്, മനസ്സിലായില്ലേ, സെക്സ് കാർഡ്, പിന്നെ അല്ലെങ്കിൽ അസാൾട്ട് കാർഡ്,
ഇങ്ങനെ കാർഡ് എടുക്കുമ്പം വാ തുറക്കാനും ഒന്നും പറ്റത്തില്ല, വെറുതെ ഇരുന്ന് കളിക്കാൻ പറ്റിയ ചീപ്പായി പോകും. യെസ്. സീസൺ 6 എത്തുമ്പോൾ ആ കളി അറിയാതെ ആട്ടാടുന്ന ഒരാളാരാ? കളി അറിയാതെ ആട്ടം ആടുന്ന ആരുമില്ല അതിനകത്ത്. എല്ലാവരും ബ്രില്യൻറ്റ് പ്ലേയേഴ്സാണ്. എല്ലാവരും സൂത്രക്കാരെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല ജെന്യുവിനായിട്ട് നന്നായി സ്റ്റാൻഡേർഡായിട്ട്. ഇപ്പം നമ്മൾ മലയാളി എപ്പോഴും നമ്മളെപ്പോഴും കുറച്ച് സംസ്കാര സമ്പന്നമായി പ്രവർത്തിക്കാൻ ശ്രമിക്കാറുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളിവിടും. സ്ഥിരമായി വളിവിടുന്നവരുണ്ട്. ഗ്യാസ് ട്രബിൾ, ഈ മനുഷ്യനായി ജനിച്ചിട്ടുള്ള എല്ലാ ജീവികളും ഈ പറയുന്ന ഗ്യാസ് പുറത്തേക്ക് വിടും അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അറിയാം, അമ്മയും അച്ഛനും അമ്മൂമ്മ അപ്പൂപ്പൻ അവരൊക്കെ ചിലപ്പം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് വിട്ടുകൊണ്ടേ നടക്കും. ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ്, ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരാൾ വളി വിട്ട് കഴിഞ്ഞാൽ അതെന്തോ ഇൻ്റർനാഷണൽ പ്രോബ്ലമായിട്ട് പൊക്കിക്കൊണ്ട് നടന്നിട്ട് ആർമി അത് വളിയുടെ പേരിൽ ഫൈറ്റ് കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് നമ്മുടെ, അങ്ങനെ പറയണം. അത് ഇപ്പം യഥാർത്ഥത്തിൽ മോൻ എന്നോട് പറയണം, ചേട്ടാ ഗംഭീരം അങ്ങനെ പറ, വളിയുടെ കാര്യത്തിൽ ഫൈറ്റ് കിടക്കേണ്ട വല്ല ആവശ്യം. പക്ഷേ ഈ പൊതുബോധം എന്നൊരു സാധനം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബോധപൂർവം വേണ്ടിയിട്ട് ഇടുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയല്ലേ ശരിക്കും? തീർച്ചയായിട്ടും രണ്ടു തരം ബോധമുണ്ട്, രണ്ടു തരം ബോധപൂർവം ചെയ്യാം. ഇപ്പം നോറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിലാണ് ഇവിടെ സംഭവിച്ചത്. അത് നോറയും ജിൻഡോയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് റൂമിൽ ഇരിക്കുമ്പോഴല്ല, ജിൻഡോയോടൊപ്പം കുറച്ച് ആണുങ്ങളും നോറയോടൊപ്പം കുറച്ച് പെണ്ണുങ്ങളും എല്ലാവരും കൂടെ ആ ഒരു റൂമിനകത്തിരിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നോറ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ജിൻഡോയെ തേച്ച് വിളിച്ച് ആക്രമിച്ച് ഒരുതരം ചൊറിയാമ്പുഴു, ഒരു ചൊറിയാമ്പുഴല്ല, ഒരു ഡസൻ ചൊറിയാമ്പുഴു ചേർത്ത് കഴിച്ച് കെട്ടിയാണ് പുള്ളിക്കാരത്തിൻ്റെ കയ്യിരിക്കുന്നത്. അങ്ങനെ വായി തോന്നിയതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഒരു ഗ്യാസ് വിട്ടിട്ട് പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ പറഞ്ഞതിന് ഈ വിലയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ, ഇതാണ്. എന്നാൽ ജിൻഡോ ഈ പറയുന്ന കക്ഷിയെ വിളിച്ച് ബാത്റൂമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂമിലോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ ഒറ്റയ്ക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് ഇത് പർപ്പസീവായി വിട്ടിരുന്നുവെങ്കിൽ പൊതുബോധത്തിന്റെ കാര്യം ഞാൻ സമ്മതിച്ചേനെ. അത് തെറ്റാണ് ആണോ? അതാണ്, അത് അബ്സല്യൂട്ട് തെറ്റാണ്. പൊതുവെച്ചിരിക്കുമ്പോൾ സമയത്ത് ലൈംഗിക ചൊവ്വയുള്ളതോ ലൈംഗിക ചൊവ്വയില്ല, മൂട്ടിക്കൂടെ പോകുന്ന പോലെ ഈ സാധനം. എന്റെ കാര്യം അതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞത് ഫുള്ളാക്കണമല്ലോ. അപ്പം നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കും. ഡൈനിങ് ടേബിളിൽ എല്ലാവരും കൂടെ ആഹാരം കഴിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മുടെ എത്രയൊക്കെ നമ്മുടെ ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞാൽ ചെല്ലും എന്ന് പറഞ്ഞ സാധനം വിടും. യഥാർത്ഥത്തിൽ വിടാൻ പാടില്ല. വിടാൻ പാടുണ്ടോ? ഈ ഡൈനിങ് ടേബിളിൽ ഇത് വിടാൻ പാടുണ്ടോ? ഞാൻ ചോദിച്ചത്, ഈ ഡൈനിങ് ടേബിളിൽ ഈ സാധനം വരുമ്പോ വിടാൻ പാടുണ്ടോ? ഇത് വന്നു കഴിഞ്ഞാൽ നിർത്താൻ പറ്റും? അല്ല, വിടാൻ പാടുണ്ടോ? അത് ഞാൻ ചോദിക്കുന്നത്, വന്നു കഴിഞ്ഞാൽ ഇത് വിടാൻ പാടുണ്ടോ? ഒരു സാധനം നാച്ചുറലി സംഭവിക്കുന്നത് ഡൈനിങ് ടേബിളിൽ കഴിച്ചോണ്ടിരിക്കുമ്പോ ചാട്ടി ഹൈജമ്പ് ചാടി പോവല്ല രജിത്തേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ല, ഇതിന് ഉത്തരം പറയണം. കാരണം ഇപ്പൊ നമ്മൾ ഡൈനിങ് ടേബിൾ നേരത്തെ പറഞ്ഞ പൊതുബോധം വെച്ച് കളിക്കുന്ന ആളാണ് ഞാൻ. പൊതുബോധത്തിൽ ഞാനും കളിച്ചിട്ടുള്ളൂ. പക്ഷേ ഡൈനിങ് ടേബിളിൽ കുറേ പേരിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വീട്ടിലും പുറത്തും പരിപാടിയിലൊക്കെ കാണാറുണ്ട്, ചിലർ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു നീട്ടിയൊരു ഏമ്പക്കം വിടും. ഇത് ശരിയാണോ? നേരത്തെ ഓൾറെഡി രജിത്തേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അറിയാതെ വന്നു പോകുന്നതും എങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വൃത്തികെട്ട എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പല ആംഗ്യങ്ങളും കാണിക്കുന്നത് തെറ്റാണോ? ആംഗ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഈ വായിക്കൂടെ വരുന്ന ഗ്യാസിൽ തന്നെ തീർക്കുക. അല്ല, ഇതിൽ തന്നെ വരുന്ന കാര്യം ആംഗ്യം നമുക്ക് രണ്ടാമത് വരാം. ആംഗ്യം അവിടെ ഇരിക്കട്ടെ, ആംഗ്യം ഞാൻ വരും. പക്ഷെ ഗ്യാസ് വിടുമ്പോ ഈ ആക്ഷന്റെ പറയാൻ കാരണം ഇതുപോലെ ഗ്യാസ് വിടുന്നതും അറിയാതെ വരുന്നതും ബോധപൂർവം വരുന്നതും മറ്റുള്ള തെറ്റ് തന്നെയാണ്. അത്രേ. അപ്പൊ അങ്ങനെ പറ. ഇവിടെയാണ് ഒരു സംഭവം. അടുത്ത വാ തൊട്ട് ഏനസ് വരെയുള്ള നമ്മൾ ബയോളജി പഠിപ്പിക്കുന്നതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം, ഗട്ട് എന്ന് പറയുന്ന അലിമെന്ററി കനാലിന്റെ ടോപ്പ് ഓപ്പണിംഗ് എന്ന് പറയുന്ന മൗത്താണ്. ഏറ്റവും ലോവർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഏനസ് ആണ്. ഇതൊരു ട്യൂബാണ്. അപ്പൊ ഈ വയറിന്റെ മുകളിലോട്ടുള്ള ചില ഗ്യാസുകൾ വായിക്കൂടെ പുറത്തേക്ക് വരും. നമ്മൾ മാനേഴ്സും പൊതുബോധവും ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പതുക്കെ അങ്ങ് വിടും. ഡൈനിങ് ടേബിളിലാവുമ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരില്ല. ദെൻ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇൻഡസ്റ്റൈനിലൂടെ, ലാർജ് ഇൻഡസ്റ്റൈനിലൂടെ, ഏനസിലൂടെ, മലദ്വാരത്തിലൂടെയാണ് ആ ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. ചില ആൾക്കാരുടെ ഗ്യാസ് എന്ന് പറയുന്നത് വളരെ ഫൗൾ സ്മെല്ലായിരിക്കും, നാറ്റമുള്ളതായിരിക്കും. എന്നാൽ ചില ആൾക്കാർക്ക് ഗ്യാസ് എന്ന് പറയുന്നത് സ്മെല്ലുള്ളതായിരിക്കില്ല. ഇതൊക്കെ ബയോളജി പഠിപ്പിക്കുന്നവർക്കറിയാം, നമ്മുടെ വീട്ടിലുള്ളവർക്കും അറിയാം. അപ്പോൾ ഈ തരത്തിൽ പോകുമ്പോൾ
ഈ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞ ഒരു മനുഷ്യനുള്ള ഇൻഡയറക്റ്റ് അടി കൈകൊണ്ട് അടിക്കാൻ പറ്റുമോ? ഫിസിക്കൽ അസാൾട്ട് ആയില്ലേ? ഗ്യാസ് വിടാൻ നേരത്ത് ഇത് സ്മെൽ ഉള്ളതാണോ ഇല്ലാത്താണെന്നൊന്നും വേണ്ട, നമുക്ക് മുൻവിധിയോട് പറയാൻ പറ്റില്ല. പറ്റില്ല. ഇത് ബാക്കിയുള്ള ഇവിടെ മണമുണ്ടോ നാറ്റം, ഇവിടെ മണമുണ്ടോ നാറ്റം ഉണ്ടോ അല്ല അവർ നോക്കിയത്. അത് ഇവിടെ ചോദിക്കുന്നത് ആള് ബോധപൂർവം ഇത് സ്മെൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചിട്ടല്ല. രണ്ടാമത്തെ കാര്യം, നേരത്തെ രജിത്തേട്ടൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് അറിയാതെ സംഭവിക്കുന്നതും ബോധപൂർവം അവരെ ബുദ്ധിമുട്ടിക്കുന്ന വെച്ചുള്ള രീതിക്ക് ചെയ്യുന്നതും വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഒരു സ്വസ്ഥത തരാതെ ഏത് സമയവും ചൊറിഞ്ഞു ഷോ തുടങ്ങി അന്ന് മുതൽ, ബിഗ് ബോസിന്റെ ഷോ തുടങ്ങി അന്ന് മുതൽ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് വൃത്തികെട്ട ആക്ഷൻ കാണിക്കുന്നത് ശരിയാണ്? ആക്ഷൻ രണ്ടാമതാണ്. ആദ്യം ഗ്യാസ് പോട്ടെ, ഈ ഗ്യാസിലൂടെ കൊടുത്ത മീനിങ് ഉണ്ട്. ഗ്യാസിലൂടെ ജിൻഡോ എന്ന് പറയുന്ന ബ്രില്യന്റ് പ്ലെയർ, അവനൊരു ബ്രില്യന്റ് പ്ലെയർ ആണ്. അവനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ താടി പറഞ്ഞപ്പോ രജിത് കുമാറിന് നരച്ച താടിയും നരച്ച മുടി ആയതുകൊണ്ട് പുള്ളി അങ്ങ് കിളവനാണ്, പുള്ളി അങ്ങ് വയസ്സനാണ്, പുള്ളി അങ്ങ് നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം, പുള്ളിക്ക് വകതിരിവില്ല എന്ന് പണ്ട് പറഞ്ഞു വരുത്തിയതുപോലെ ഈ അവൻ പോയി ഇന്ന് അവന്റെ എന്റർടൈൻമെന്റിൽ അവൻ തമാശ പറയും, അവൻ കോമഡികൾ പറയും, അവൻ സീരിയസ് പറയും, അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവൻ്റെതായ പല സ്ട്രാറ്റജി വഴിക്കാണ് അവൻ പൊക്കോണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ അവൻ കൊടുത്ത ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു എന്ത് ഈ സാധനം. കാരണം നോറ എന്ന് പറയുന്ന കംപ്ലീറ്റ് ചൊറിഞ്ഞ് വളരെ സൂത്രശാലിയായ കഥാപാത്രം. കാരണം നോറ ഇവിടെ നിന്ന് പറയും, ഞാൻ ഗ്യാസിനെ ന്യായീകരിക്കുകയാണ്. ഗ്യാസിന് അവിടെ ഇവിടെ നിന്ന് റൂമിൽ നിന്നൊന്ന് പറയും, എനിക്ക് നോറയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നോറ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒറ്റയ്ക്ക് കളിക്കുന്ന ആളാണ്, നോറയുടെ സപ്പോർട്ടറായിരുന്നു ഞാൻ. പല സമയത്തും നോറ ഒറ്റയ്ക്ക. പക്ഷെ നോറ പിന്നെ എന്താ ചെയ്യുക, ഇവിടെ നിന്നൊരു പരിപാടി ഒപ്പിക്കുക, നേരെ ഒരു ഒറ്റ ഓട്ടം ബാത്റൂമിൽ പോയിട്ട് ക്യാമറയെ നോക്കിയിട്ട് ജനങ്ങളെ കുറെ ബോധവൽക്കരിക്കുക, വീണ്ടും തിരിച്ചു വരിക അഭ്യാസങ്ങളെ. എന്നാൽ ഈ നോറ അവിടെ നിൽക്കുന്നു, വേറെ ആരുടെ പെടലിലും ചെന്ന് കയറുന്നില്ലല്ലോ. ഉണ്ടോ? ജിൻഡോയുടെ പുറകെ മാത്രമുണ്ട്. ഇതേ നോറയ്ക്ക് ജയിലിൽ കിടക്കുന്ന സമയത്ത് റസ്മിൻ ചെയ്ത എന്താണ്, രഹസ്യമായിട്ട് ആ പവർ ടീമിന് കഴിക്കേണ്ട ഫുഡ്, ആ VIP ഫുഡ് അല്ലെങ്കിൽ ലക്ഷറി ഫുഡ്, ആ സാധനം പതുക്കെ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് അവക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ, ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ് നമ്മൾ ക്ലിയർ ആയിട്ട് അറിയുന്നത് നോറ എന്ത് ചെയ്തേക്കാണ്, നോറ റസ്മിനോട് പറഞ്ഞേക്കാണ് നിന്റെ പ്രൊട്ടക്ടറായി ഞാൻ ഇവിടെ കാണുമെന്ന്. അപ്പൊ പ്രൊട്ടക്ടറായിട്ട് റസ്മിൻ്റെ കൂടെ, റസ്മിനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ആകെ ജിൻഡോയെ വലിച്ചു കയറുക. കാരണം രണ്ടുപേരും ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ, ഇവർ രണ്ടുപേരും കൂടെ ആ ജിൻഡോയെ വലിച്ചു കീറാനിരിക്കുമ്പോൾ ഒരു ന്യായമായിട്ട് ചെയ്യും. ഒരു ഗ്യാസ് പോയതിൻ്റെ പുറത്ത് അവിടെ ഗ്യാസ് വിട്ടത് എന്താണ്, നീ എനിക്കൊന്നും അല്ലടി എന്ന് കാണിച്ചു. ഇവിടെ ഒഫൻഡഡ് ആയിട്ട് കാണല്ലേ ചെയ്തേ. ഇപ്പോഴും രജിത്തേട്ടൻ പറഞ്ഞ സാധനത്തിലേക്ക് ഇപ്പോഴും കംപ്ലീറ്റ് നമുക്ക് അതിലേക്ക് പോവാം. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. അല്ലല്ല, ഞാൻ ഹാപ്പിയാണ്. എന്തുകൊണ്ട് ഹാപ്പി എന്ന് പറയാം, എന്തുകൊണ്ട് ഹാപ്പി എന്ന് പറയാം, ആക്ഷൻ ആണെങ്കിലും ഈ പറഞ്ഞ ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും ബോധപൂർവം അല്ലാതെ തമ്മിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായും നമുക്ക് നല്ലൊരു അടി കൊടുക്കുന്നതിന് പകരം നല്ലൊരു തെറി വിളിക്കുന്നവരും ചില സമയങ്ങളിലെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള വികാരം എന്താണെന്ന് അറിയാം, കാലിത്തൂക്കി തുറയടിച്ചുള്ള ആ ഒരു വികാരം ഉണ്ടാവും. മധുരമായ പകരം വീട്ടൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ മധുരമായ പകരം വീട്ടൽ മധുരമായി ജിൻഡോ കൊടുത്തതാണ്. ഇത് നല്ലൊരു അടി കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് ആ ഫ്ലർട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഗ്യാസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഈ നിയമത്തിലില്ലാത്ത വശങ്ങളിൽ എങ്ങനെ വേണമെങ്കിലും മോശം രീതി ബോഡി ലാംഗ്വേജ് കൊടുത്താലും തെറ്റില്ല. അതാണ് ഗബ്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബിഗ് ബോസ് റൂൾസിനകത്ത് ഇതൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് എന്ത് വേണോ ചെയ്യാം, അത് നമ്മുടെ ചോയ്സിൽ വരുന്നതാണ്. അങ്ങനെ അവന്റെ ചോയ്സിൽ വന്ന് പറഞ്ഞ അതിനകത്ത് എഴുതി വെച്ചേക്കും, ബിഗ് ബോസിന്റെ റൂൾസിൽ എഴുതി വെച്ചേക്കും ഗ്യാസ് വിടാൻ പാടില്ല. അതിനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, നിയമത്തിലില്ലെങ്കിലും ഒരു സിറ്റുവേഷനെ, ഒരു സാഹചര്യത്തിൽ എവിടെ ആളുകൾ കൂടിയിരിക്കുന്നു അതിന് ബോധപൂർവം ചെയ്യാത്തതാണ് പൊതുബോധമില്ലായ്മ എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ആവില്ല, പൊതുബോധമില്ലാത്തില്ല, പൊതുബോധമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ജിൻഡോ ആ റൂമിനകത്തെ കളിക്കാരനായി മാറുകയാണ്. ജിൻഡോ ഫാൾസ് ഇമേജ് വെച്ചുകൊണ്ട് പുറമേ ജനം എന്ത് ചിന്തിക്കും എന്ന് വെച്ചുകൊണ്ടില്ല, പുറമേ ഉള്ള ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അവന് ബ്രേക്ക് ചെയ്ത് അത് ഗ്യാസ് വിടാതിരിക്കാം. അവൻ കൊടുത്തത് മധുരമായ ഒരു പകരം വീട്ടലാണ്. ആ മധുരമായ പകരം വീട്ടലിന് കുറച്ച് മധുരം കൂടുതൽ തന്നെയാണ്. അയ്യോ ജനം എന്ത് വിചാരിക്കും, എന്നാൽ പിന്നെ ഞാൻ ഇത് വിടണ്ട, ഞാൻ പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വലിയൊക്കെ പൊതുബോധത്തിൽ അത് പിടിക്കും. അവിടെ പൊതുബോധത്തിനേക്കാൾ ഉപരി അവിടെ നല്ലൊരു എന്റർടൈനറായി എന്നുള്ളതാണ് പ്ലസ് പോയിന്റ്. പിന്നെ അത് ഇത്ര ചർച്ചയില്ലേ രോഹിത്, നീ തന്നെ ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നില്ലേ? ഇത്ര രണ്ടാഴ്ച കൊണ്ട് ഒരു വളിയുടെ പുറകെ നടക്കുകയാണ് മലയാളികളിൽ കുറെ പേരും, യൂട്യൂബ് ചാനലുകാരും, അതിന്റെ അടിയിൽ വരുന്ന ആർമികളും. ടു ബി വെൽ പെയ്ഡ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഏറ്റവും കൂടുതൽ അങ്ങനെ ക്യാഷ് ചെയ്യാൻ പറ്റുന്ന, കൊടുക്കാൻ പറ്റുന്ന തോന്നുന്ന ഒരാളാണ് അതിനകത്തോ? ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്
ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പേയ്മെന്റ് കൊടുക്കാൻ. ഇപ്പൊ നമ്മൾ പേയ്മെന്റ് കൊടുക്കുക അല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പേയ്മെന്റ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ അവിടെ ഒരാളിന് 2000 ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഇപ്പൊ നോറയ്ക്ക് കൊടുക്കാം, ജാസ്മിന് കൊടുക്കാം, ഗബ്രിക്ക് കൊടുക്കാം, അങ്ങനെ ഹാർഡ് വർക്ക് ജിൻഡോയ്ക്ക് കൊടുക്കാം. ചെയ്യുന്നത് വെച്ചിട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇല്ല, അതിനകത്ത് ഇപ്പൊ ഈ റെമ്യൂണറേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ റെമ്യൂണറേഷൻ ആണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സീസണ് അങ്ങനെ വലിയ റെമ്യൂണറേഷൻ ഇപ്പൊ ഉണ്ടെങ്കിൽ യമുന ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റില്ലേ, കാരണം ഈ മുഖ്യധാരയിലെ മുൻനിര ആർട്ടിസ്റ്റുകൾ പലർക്കും ഇതിൽ വരാൻ പേടിയുണ്ട്. ഞാൻ തന്നെ പലരോടും അന്വേഷിച്ചു. എന്താ കാരണം എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് അടിച്ചാൽ കരിയറിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. പോസിറ്റീവായ ലോട്ടറി അടിക്കുകയും ചെയ്യും. അതാണ് പോസിറ്റീവായ ലോട്ടറിയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ നെഗറ്റീവ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ഡോക്ടർ റോബിൻ്റെ ഒരു 4ാമത്തെ സീസണിൻ്റെ വിന്നറിനെയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പലയിടത്തും അവസരങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ കിട്ടിയിട്ടോ അതിനൊന്നും ജനം അങ്ങോട്ട് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്തെടുക്കുന്ന കണ്ടില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി. ഭയങ്കര ടാലൻറ്റഡ് കുട്ടിയാണ് ദിൽഷ, ഞാൻ അതാ പേര്, നല്ല കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുട്ടിയാണ് ദിൽഷ പ്രസന്നൻ, പേരൊക്കെ മറന്നു പോകുന്നുണ്ട്, യൂസ് ചെയ്യായിരുന്നു അന്നൊക്കെ നല്ല ഓർമ്മയായിരുന്നു. അപ്പോൾ ദിൽഷ പ്രസന്നൻ നല്ല ടാലൻറ്റാണ്, ഡാൻസ് കളിക്കും, എന്ത് നല്ല മിടുക്കി കുട്ടിയാണ്, എന്ത് നല്ല പെരുമാറ്റമാണ്. അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പ്രണയമൊക്കെ കണ്ടു, ഒന്ന് തൊട്ട റോബിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ബ്ലസ്ലിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ഇവർ തിരിച്ചങ്ങോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടോ ഉടനെ ഞാൻ അവരുടെ പ്രൊട്ടക്ടർ എന്ന് പറയണ്ട. പക്ഷെ നമ്മൾ കണ്ട് തന്നെ പറയണം, അതിന് നമുക്ക് ഭയങ്കര നമുക്കൊരു നല്ല സംതൃപ്തി തോന്നി. തൊട്ട് കൈ പിടിച്ച് കിടക്കുന്നതും പ്രണയത്തിന്റെ തുടക്കം രണ്ടല്ലേ? നീ ഏത് കാലത്തിലെ ജീവിക്കുന്നത്? നീ എന്ത് ക്വസ്റ്റ്യനടെ ഇത് എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്? ഈ ടച്ച് ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അവിടെ ഒരുത്ത ദിൽഷ കയറി എവിടെയെങ്കിലും കടിച്ചാ ഉമ്മ വെച്ച് നിരത്തിയ ഇനി കയറി മേയാമേലോടെ ഉണ്ടാ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണേ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഇതാണ് കൈ പീച്ച് അല്ല ചെയ്തത്. കൈ പീച്ചെങ്കിൽ സമാധാനിച്ചൂടെ? ഇപ്പൊ നമ്മൾ എത്ര പേരുടെ കൈ പീച്ചുകൊണ്ട് നടക്കുന്നത്? ആർക്കത് ഓക്കെ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുണ്ട് കൈ പീച്ച, നമുക്കറിയാം എന്താണ് കൈ പീച്ചണെന്ന്. രേഖയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിബന്ധനകളും നിയമങ്ങളും കൊണ്ടുവരുന്നത് കൂടുതലും മലയാളത്തിലാണ്, ഹിന്ദിയിൽ ഞാൻ സമ്മതിച്ചു, യാതൊരു മാറ്റമില്ല. നമ്മളിപ്പോ കമ്പയർ ചെയ്ത് പറഞ്ഞ എന്താണ്, പ്രണയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ പ്രണയത്തിൽ ദിൽഷ പ്രസന്നൻ അല്ലെങ്കിൽ നമ്മൾ നോക്കാം പേളിമാണി ശ്രീയേഷിന്റെ പോയി ആ വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്ക്, എവിടെയുണ്ട് ഈ കടിച്ചുകളി, എവിടെ പിടിച്ചുകളിയും സാധനങ്ങളും ഒക്കെ എവിടെയാണെന്ന് പോയി അന്വേഷിച്ച് നോക്ക്. ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇതെല്ലാം നമ്പർ എടുത്തിട്ട് നമ്മളെ വെറുപ്പിക്കുന്നു. അതുകൊണ്ടാണ്, അതാ ഞാൻ പറഞ്ഞത്, ഇവർ തമ്മിൽ ശുദ്ധ പ്രണയമാണെങ്കിൽ, ശുദ്ധ പ്രണയവും അശുദ്ധ പ്രണയവും, ശുദ്ധ പ്രണയമാണെങ്കിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. അത് അശുദ്ധ പ്രണയമാണെങ്കിൽ നമ്മളില്ല. ശുദ്ധ പ്രണയത്തിന് എപ്പോഴും ഞാൻ സപ്പോർട്ടാണ്. അത് ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ ആണോ പെട്ടോ പിന്നെ അത് മുമ്പോട്ട് പോവുക എന്ന് പറയുന്ന ആളാണ്. അത് പിന്നെ അതെ, കാലം തെളിയിക്കട്ടെ. ആ കാലം തെളിയിക്കുമ്പോൾ അത് നല്ല രീതിയിലാണ് വന്നാൽ ഇവർക്ക് അക്സെപ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഞാനും ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരിക്കലും എതിർക്കത്തില്ല. വൈകൃതമായിട്ടുള്ളൊരു മനസ്സ് വൈകൃതമായ മനസ്സ് അതും ഇതേ കാറ്റഗറിയിലേക്ക് തന്നെ പോകണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ബാക്കി ആർട്ടിസ്റ്റുകൾ എടുക്കാം. ശ്രീരേഖ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ക്വാളിറ്റി ആയിരിക്കുന്നു, ഒരു വികൃതമായിട്ട് നമുക്ക് തോന്നിയില്ല. രണ്ടാമത്തേൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശ്രീരേഖ കഴിഞ്ഞ ആണ്, കാരണം അതിന്റെ ക്വാളിറ്റി വിടുന്നില്ല. അൻസിബാസൻ ആ ക്വാളിറ്റി വിടുന്ന അവരവരുടേതായ രീതിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു. അപ്സര നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് വന്നാണ്. ഇപ്പം എവിടെയോ അപ്സരയ്ക്ക് എനിക്ക് തോന്നുന്നത്, അപ്സര നല്ല മിടുക്കിയാണ് കേട്ടോ, വിജയിക്കാൻ ഫൈനൽ വരാനുള്ള ക്വാളിറ്റിയുള്ള ഒരു എബിലിറ്റി ഉള്ളൊരു കുട്ടിയാണ് അപ്സര. പക്ഷേ അപ്സരയ്ക്ക് എവിടെയോ ഒരു ന്യൂസോ അല്ലെങ്കിൽ തോന്നലോ വന്നു, തൻ്റെത് നെഗറ്റീവായിട്ട് വെളിയിൽ പോയി കഴിഞ്ഞു എന്ന്. അതാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ എന്ത് പറ്റി ഇങ്ങനെ ഇരിക്കുന്നു എന്ന്. അപ്സരയ്ക്ക് കുറച്ച് നെഗറ്റീവ് അടിച്ചു, കാരണം ഇടയ്ക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ശരിയാവാതെ, കാരണം ജനം ഇങ്ങനെ നോക്കിയിരിക്കുകയില്ലേ. അപ്പോൾ ഒരു നെഗറ്റീവ് ടച്ച് അപ്സരയിലേക്ക് വന്നിരിക്കുന്നു. ഇനി അത് അപ്സര പോസിറ്റീവാക്കി എടുക്കുമ്പോഴേ അത് മാറ്റാൻ പറ്റൂ. നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവാക്കാം, മനസ്സിലായി? പിന്നെ അത് കഴിഞ്ഞ് ബാക്കി ഓരോരുത്തരിലും ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഏറ്റവും വികൃതമായിട്ട് അല്ലേ? ആ ഏറ്റവും വികൃതമായ സംഭവങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജിൻഡോ മൈക്കെടുത്ത് ധരിക്കൂ എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ കിടന്ന ആ ആള് പോയി പണി നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സൗകര്യമില്ല മൈക്കെടുത്ത് ധരിക്കാൻ എന്നുള്ള രീതിയിൽ നെഗറ്റീവായി നികൃഷ്ടമായിട്ട് അതും ക്യാപ്റ്റനോട് പെരുമാറി പറഞ്ഞുവെങ്കിൽ ആ പറഞ്ഞ പരിപാടി ശരിയായിട്ടുള്ള പരിപാടിയാണോ? അതൊരു നികൃഷ്ടമായിട്ടുള്ളൊരു പരിപാടിയാണ്.
പക്ഷെ ജിൻഡു ചോദിക്കുന്ന രീതിയിലും മൈക്കെടുത്ത് ഇല്ല ധരിക്കടി എന്നൊക്കെ അത് പറയുന്നത് ആദ്യം മോശമല്ലേ? പറഞ്ഞു ജാസ്മിൻ മൈക്കെടുത്ത് ധരിക്കൂ എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെയാണ് ടോൺ മാറ്റിയത്. മൂന്നാമത്തെ ഒരു ക്യാപ്റ്റന്, നമ്മൾ ഇന്ത്യൻ ടീം ഈ ക്രിക്കറ്റ് ടീമാണ്, നമ്മൾ ധോണി നയിക്കുന്ന ക്യാപ്റ്റൻ, നമ്മൾ ക്യാപ്റ്റനെ എതിർക്കാൻ ശ്രമിക്കില്ല. ആദ്യത്തെ 2-3 ആഴ്ച നന്നായിട്ട് തന്നെ പോയല്ലോ. ഇതിൽ പുള്ളിക്കാരത്തിയുടെ ക്യാപ്റ്റൻസിയിൽ പരാജയം വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഡിപ്രഷനായി. അതാണ് അവിടെ സൈക്കോളജിക്കൽ സാധനം. അപ്പോൾ അത് ക്യാപ്റ്റനെ നമ്മൾ ബഹുമാനിക്കണം. ആ വീടിൻ്റെ ക്യാപ്റ്റനാണ്. ആ ക്യാപ്റ്റന് പുല്ല് വിലയെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും അത് പറ്റത്തില്ല. ചുമ്മാ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ പറയുമ്പോൾ നീതിപൂർവ്വമേ പറയത്തുള്ളൂ. ജുഡീഷ്യത്തെ ഞാൻ ജിൻഡോയുടെ സൈഡിലല്ല. ഞാൻ ആരുടെ സൈഡിൽ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ സിജോയുടെ സൈഡിലാണ്. സിജോ എപ്പോൾ വരുമെന്ന് അറിയില്ല. കാരണം ഈ ഷോയ്ക്ക് വേണ്ടി വന്ന് കളിച്ച് ഗംഭീരമായ കളി വാങ്ങിച്ച് അസ്ഥാനത്ത് ഇടിയും വാങ്ങിച്ച് പല്ലും പോയി എല്ലും ഒടിഞ്ഞ് താടി ഒടിഞ്ഞ് പുള്ളി പുറത്തേക്ക് പോയി. ജീവിതം ഇനി എങ്ങനെയായി വരുമെന്ന് ഉള്ള ദുഃഖത്തിലാണ്. ഇപ്പോഴാരും ഓർക്കുന്നില്ല സിജോയെ. ഇപ്പോഴാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. സെൽഫിഷ്നെസ്സാണ് അതിനകത്ത് ഒരു മുഖ്യധാരാ സംഭവം. തൻ്റെ കാര്യം, തനിക്ക് പണം ഉണ്ടാക്കണം, തനിക്ക് പ്രശസ്തി ഉണ്ടാക്കണം. ബാക്കിയുള്ള ആരെങ്ങനെ പോയി എന്നുള്ളത് അവിടെ ഒരു വിഷയമുള്ള കാര്യമേ അല്ല. അപ്പോൾ ജിൻഡോയ്ക്ക് കുറിച്ച് ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല. ജിൻഡോ അത്രയും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. മറ്റവരെ പോലെ ഒരുപക്ഷെ സൗന്ദര്യം ജിൻഡോയ്ക്ക് ഉണ്ടാവണമെന്നില്ല. ജിൻഡോ പറയുമ്പോൾ ചിലപ്പോൾ വിഡിത്തരങ്ങളായി പോകാം. അല്ലെങ്കിൽ ജിൻഡോ മസിൽമാൻ ആയതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം മസിൽമാൻമാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആവണമെന്നില്ല. റോക്കി ബായ് കുറച്ച് ഹാർഡാണ്. കുറച്ച് പ്രണയവും കുറച്ച് സോഫ്റ്റും ഒക്കെ രീതിയിലുള്ള സ്നേഹസമ്പന്നായി മാറി റോക്കി വന്നിരുന്നെങ്കിൽ റോക്കി നല്ല ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. പക്ഷേ റോക്കിയിൽ ആ സാധനം ഇല്ല. എന്നെ സ്റ്റഡി ചെയ്ത കൂട്ടത്തിൽ പറയാം. അപ്പം അങ്ങനെ വരുമ്പം ഒരു നികൃഷ്ട മൈൻഡോട് കൂടി പെരുമാറിയത് എന്ന് പറയും. അതുപോലെ തന്നെ ഗബ്രിയുടെ ഏതിലെടുത്ത് നോമിനേഷൻ പറഞ്ഞാലും ജിൻഡോയുടെ പേരെടുത്ത് പറയുന്ന ഒരു തന്നെ. ജാസ്മിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജാസ്മിൻ തിരിച്ച് ജിൻഡോയെ പറഞ്ഞില്ലെങ്കിൽ ഗബ്രി കൃത്യമായിട്ട് നോമിനേഷനിലേക്ക് ജിൻഡോയെ പറഞ്ഞേക്കും, അല്ലെങ്കിൽ അതിനെ എതിർത്ത് പറഞ്ഞിരിക്കും. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി. ടാർഗറ്റിങ് നല്ലതാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഒരാളിനെ മാത്രം ടാർഗറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ സീസൺ എടുക്കും, മിക്കവരും എന്നെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ആ സീസണിൽ തന്നെയാണ് ഈ സഹ മത്സരാർത്ഥിയുടെ കണ്ണില് ഇതുപോലെ മുളക് തേച്ച് വിവാദം. നീ കണ്ടോ ഞാൻ മുളക് തേച്ചത്? നീ കണ്ടോ മുളക് തേച്ചത്? നീ കണ്ടോ മുളക് തേച്ചത്? നീ എവിടെ കണ്ടേ ഞാൻ മുളക് തേച്ചത്? നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ മുളക് തേച്ചത്? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ കണ്ടോ മുളക് തേച്ചത്? കണ്ടോ? നീ മുളക് കണ്ടോ? നീ മുളക് കണ്ടോ? ഞാൻ മുളക് അരയ്ക്കുന്ന കണ്ടോ? മുളക് കലക്കുന്ന കണ്ടോ? മുളക് കൊണ്ടുവന്ന് മുഖത്ത് തേക്കുന്ന കണ്ടോ? നീ എന്ത് കണ്ടു? എവിടെയെങ്കിലും ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ, ഏഷ്യാനെറ്റിൽ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി രാത്രി ഇരുന്ന് പതുങ്ങി സംസാരിക്കുന്നതും രഹസ്യം പറയുന്നതും എല്ലാം ഏഷ്യാനെറ്റ് ക്ലിപ്പുകൾ കറക്റ്റായിട്ട് പുറത്തു വിടുന്നുണ്ട്. എല്ലാ സീസണിലും എല്ലാ രഹസ്യങ്ങൾ സഹിതം ക്ലിപ്പുകൾ പുറത്തോട്ട് വരുന്നു. 5 വർഷമാവുന്നില്ല, 4 വർഷമാവുന്നു, ഇന്ന് വരെയെങ്കിലും ഞാൻ മുളകെടുക്കുന്ന ക്ലിപ്പോ, ഞാൻ തേക്കുന്ന ക്ലിപ്പോ, ഞാൻ അരയ്ക്കുന്ന ക്ലിപ്പോ, ഞാൻ കണ്ണിൽ തേക്കുന്ന ക്ലിപ്പോ എവിടെയെങ്കിലും അല്ല ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചോദ്യം പൂർത്തീകരിക്കണ്ട. അതിൽ തന്നെ അരോചകത്വമുണ്ട്. അവിടെ ഇനി ഒന്നുകൂടെ ഉണ്ട്. ഞാൻ മുളകെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അറിഞ്ഞത്. ഞാൻ മുളകെന്ന് പറയുന്നില്ല, പച്ചവെള്ളം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തൊരു മനുഷ്യനറിയില്ലായിരുന്നു. അത് എൻ്റെ നീതിബോധം, എൻ്റെ സത്യസന്ധത. ഇനി ഞാൻ എന്ത് ചെയ്തു, എവിടെ തേച്ചു, അതെങ്ങനെയായിരുന്നു സംഭവം, അതിനുശേഷം നടന്ന സംഭവങ്ങൾ എങ്ങനെ, അതെല്ലാം എല്ലാവർക്കും അറിയാം. ആ വ്യക്തികൾക്കും അറിയാം, ആ ഹൗസിനകത്തുള്ളവർക്കും, ലോക മലയാളികൾക്കും അറിയാം. അവരെ പറ്റിക്കാൻ പറ്റത്തില്ല. ഏഷ്യാനെറ്റിനും അറിയാം, ബിഗ് ബോസ് ടീമിനും അറിയാം. മനസ്സിലായല്ലേ? അതുകൊണ്ട് പച്ചമുളക് എടുത്ത് വെച്ച് അരച്ച് നീ ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് വരണ്ട. മനസ്സിലായി? ചോദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് രജിത്തേട്ടൻ പറയുന്നതിന്റെ ഒപ്പം തന്നെ ഒരാൾ എന്ത് ചോദിക്കുന്നു ആ ചോദ്യം ഞാൻ പച്ചമുളക് തേച്ച് ഉണ്ടാക്കി അവർ പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം ആയിരുന്നുവെങ്കിൽ ഈ 5ാമത്തെ സീസണിൽ എന്നെ ഗസ്റ്റ് ആയി ഞാൻ ചോദിക്കട്ടെ, ഈ പച്ചമുളകിന്റെ വിഷയത്തിൽ ഒരു വിഷയം ഹീറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തുവെങ്കിൽ, ഞാൻ അധർമ്മം ചെയ്തുവെങ്കിൽ ഈ 5ാമത്തെ സീസണിൽ രജിത് കുമാറിനെ ചലഞ്ചറാക്കി അവർ വിളിക്കോ? എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? അത്രയും VIP ട്രീറ്റ്മെന്റ്. എന്റെ എൻട്രി ഉണ്ടാ 5ാമത്തെ സീസണിൽ എന്റെ എൻട്രി നീ കണ്ടാ മോനെ? എടാ മോനെ, നീ 5ാമത്തെ സീസണിൽ എന്റെ എൻട്രി രജിത്തേട്ടനെ അങ്ങനെ ഉണ്ടായിരുന്നുള്ള ഈ ഒരു ആരോപണത്തില് അന്ന് സഹ മത്സരാർത്ഥി പറഞ്ഞത് അങ്ങനെ പ്രശ്നമില്ല എന്നുള്ളത്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 2024 സീസൺ 6 കുറിച്ചാണ്. ഇതിൽ ഇതേ സംഭവം ഉണ്ടായിരുന്നു റോക്കിയും സിജോവും തമ്മിൽ. അവിടെ സിജോ പോയി അവിടെ പരാതിയില്ല എന്ന് പറഞ്ഞിട്ടും ഇവിടെ ഫിസിക്കൽ പരാതിയില്ല. ഇതാണ് അപ്പൊ ഈ ചോദ്യം കേട്ടാൽ ഉത്തരം പറയാൻ പറ്റുള്ളൂ അല്ലേ? ചോദ്യം തുടങ്ങുമ്പോഴേക്കും എത്തിയത് വേറെ എവിടെയാണ്. ഐ ലവ് യു. ഞാൻ 5ാമത്തെ സീസണിൽ ചലഞ്ചറായി കയറുമ്പോ വിഷ്ണുവും മാരാരും കൂടെ ഒക്കെ ഈ പച്ചമുളകും കൊണ്ട് എന്നെ തേക്കാൻ വന്നു. അപ്പൊ ഞാൻ ഒതുക്കി വെച്ചിരുന്ന ഈ ഒരു വൈരാഗ്യം, ദേഷ്യമാണ് ഞാൻ ഇപ്പൊ എടുത്ത് നിന്റെ പുറത്തോട്ട് ഇട്ടത്. ഞാനിപ്പോ ബിഗ് ബോസ് ഹൗസിനകത്താണെന്നാണ് വിചാരിച്ചത്. ഞാനിപ്പോ ബിഗ് ബോസ് ഹൗസിനകത്ത്
പറഞ്ഞു മടുത്ത യാഥാർത്ഥ്യത്തിലേക്ക് വരൂ സാധനം. യാഥാർത്ഥ്യത്തിലേക്ക് വരൂ. ഓക്കെ, ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ടേസ്റ്റ് ബേസിലാണ്. അപ്പൊ അവിടെ ഒന്നുകൂടി ആവർത്തിക്കണം. അപ്പൊ ചോദ്യം വ്യക്തമായെന്ന് തോന്നുന്നു. എങ്കിൽ ഇവിടെ അങ്ങനെ പരാതിയില്ലാതെ പോലും ഫിസിക്കൽ അസോൾട്ട് പേരിൽ പുറത്തു പോവുകയാണ് എന്നുള്ളത്. ശരിക്കും ഇത് രണ്ട് തരം. പിന്നെ എല്ലാവരും ക്ഷമിച്ചു. കഴിഞ്ഞ സീസണിൽ ശോഭ ക്ഷമിച്ചു, എല്ലാവരും മിക്ക സീസണുകളിലും ക്ഷമിച്ചു.